ഇതാണ് കോഴിക്കോടിലെ തളി മഹാശിവക്ഷേത്രം. ഞങ്ങൾ ഇന്നും ഈ അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട്. എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ഭഗവാനെ തൊഴുന്നത് നല്ലതാണല്ലോ. അപ്പം നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം. രുദ്ര, மல்லிகை பூவாய் மாறிவிட ஆசை தென்றலை கண்டு மாலையிட ஆசை மேகங்களை எல்லாம் தொட்டுவிட ஆசை சோகங்களை எல்லாம் விட்டுவிட ஆசை கார்குழலில் உலகை கட்டிவிட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை. ഹായ്, ഈ തളി ക്ഷേത്രത്തിനടുത്താണ് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ വിനീത് സാറിൻ്റെ വീട്. അപ്പോൾ വിനീത് സാറിനെ ഒന്ന് കണ്ടിട്ട് ഞങ്ങളെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്നൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ വിനീത് സാർ. വിനീത് സാറാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ 3 പെർഫോമൻസും ഞങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, കൊറിയോഗ്രാഫി ചെയ്തിരുന്നത്. അപ്പോൾ ആ 3 പെർഫോമൻസിനും നല്ല മാർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനലിലും സാർ തന്നെയാണ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ സാറിന് എന്താ ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ആക്ച്വലി ദിവ്യശ്രീ എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ കുറച്ചൊരു ബിസി ആയിരുന്നു, സ്കൂൾ യുവജനോത്സവമൊക്കെ ആയിട്ട് അറിയാമല്ലോ അല്ലേ. പക്ഷെ ഞാൻ ചോദിച്ചു ഏത് ചാനലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞു അമൃത ടി വിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് അമൃത ടി വിയിലേക്ക് വേണ്ടിയിട്ടാണ്. 2011 വേണ്ടി സൂപ്പർ ഡാൻസർ ജൂനിയർ, അങ്ങനെ ഒരു 7 സീസൺ അത് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അമൃത ടി വി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടുന്ന ചില സമയങ്ങളിൽ ഞാൻ വിളിക്കും. ആ സമയത്ത് അവരവിടെ വരും, പഠിക്കും, പോവും. ഒരുപാട് എഫേർട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, ബിക്കോസ് അവർ നല്ല ഡാൻസേഴ്സാണ്, അമ്മയും മോളും. അത് കാരണം തന്നെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി അവർ അത് നീറ്റാക്കി ചെയ്തു തന്നോളും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസാണ് ഇവർ രണ്ടുപേരും. സോ ഈ വരുന്ന ഫൈനലിലും ഇതുപോലെ നല്ല രീതിയിൽ പെർഫോമൻസ് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മളിപ്പോൾ കണ്ടത് ദിവ്യശ്രീയുടെയും രുദ്രയുടെയും വിശേഷങ്ങളാണ്. രണ്ടാൾക്കും ഗ്രാൻഡ് ഫിനാലയിൽ തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. രണ്ടാൾക്കും വിജയാശംസകൾ നേരുന്നു.